KMIC 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 News 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 നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം KMIC News KMIC News. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ കേരള മലബാർ ഇസ്ലാമിക് റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. RC ഗൾഫ് സമ്മിറ്റിന് കുവൈത്തിൽ നാളെ തുടക്കം. പങ്കെടുക്കുന്നത് 6 ഗൾഫ് രാഷ്ട്രങ്ങളിലെ പ്രതിനിധികൾ. നബിദിനാഘോഷത്തെ വിമർശിക്കുന്നവർ ഇസ്ലാമിന്റെ ബാലപാഠമറിയാത്തവർ. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. SSLC എക്സലൻസി ടെസ്റ്റ് ഫലം പ്രസിദ്ധീകരിച്ചു. ഫലം www.ssfkeralainfo.net വെബ്സൈറ്റിൽ. സൂര്യനെല്ലി കേസിൽ സ്വന്തം നിലപാട് വിശദീകരിച്ച് PJ കുര്യൻ സോണിയാഗാന്ധിക്കും ഉപരാഷ്ട്രപതിക്കും കത്തയച്ചു. DYSPക്ക് കൈക്കൂലി നൽകി കൊടുക്കാൻ ശ്രമിച്ച കേസിൽ കീഴടങ്ങിയ KA റൌഫിന് ജാമ്യം അനുവദിച്ചു. ഗൾഫിലെ ഇന്ത്യൻ സമ്പന്നരിൽ MA യൂസുഫ് അലിക്ക് 4ാം സ്ഥാനം. സൂര്യനെല്ലി കേസിലെ മുഖ്യപ്രതി ധർമ്മരാജനെ പിടികൂടാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുമെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. VS അച്യുതാനന്ദനെ പ്രതിപക്ഷ സ്ഥാനത്തു നിന്നും മാറ്റാൻ CPM സംസ്ഥാന സമിതി തീരുമാനം. വാർത്തകൾ വിശദമായി. സൂര്യനെല്ലി കേസിൽ സ്വന്തം നിലപാട് വിശദീകരിച്ച് PJ കുര്യൻ സോണിയാഗാന്ധിക്കും ഉപരാഷ്ട്രപതിക്കും കത്തയച്ചു. ആരോപണങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയും CPMന്റെ വൈരാഗ്യവുമാണെന്ന് കുര്യൻ പറയുന്നു. കത്ത് ലഭിച്ചുവെന്ന സോണിയാഗാന്ധിയുടെ മറുപടി കുര്യന് ലഭിച്ചു. സൂര്യനെല്ലി കേസിൽ ഇപ്പോൾ ആരോപണമുയർന്നതിന്റെ പശ്ചാത്തലവും ഇതിൽ തന്റെ വിശദീകരണവുമാണ് PJ കുര്യൻ കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധിക്കും രാജ്യസഭാ ചെയർമാനും ഉപാധ്യക്ഷനുമായ ഹാമിദ് അൻസാരിക്കും അയച്ച കത്തിലുള്ളത്. ആരോപണങ്ങൾ രാഷ്ട്രീയ ഗൂഢാലോചനയുടെയും CPMന്റെ വ്യക്തിവൈരാഗ്യത്തിന്റെയും ഭാഗമാണെന്നാണ് ഒരു പേജുള്ള കത്തിൽ PJ കുര്യന്റെ വിശദീകരണം. ഹൈക്കോടതിയും സുപ്രീംകോടതിയും ഈ ആരോപണങ്ങൾ പരിശോധിച്ച ശേഷമാണ് തന്നെ കുറ്റവിമുക്തനാക്കിയത്. തുടർച്ചയായി നിരവധി തവണ CPM സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തിയതിൽ അവർക്ക് തന്നോട് വൈരാഗ്യമുണ്ട്. ഇതാണ് CPM തനിക്കെതിരെ ആരോപണവുമായി രംഗത്തിറങ്ങാൻ കാരണം. എന്നാൽ രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരൊക്കെയാണെന്ന് കുര്യൻ കത്തിൽ വിശദീകരിച്ചിട്ടില്ല. കത്ത് ലഭിച്ചതായും വിഷയത്തെക്കുറിച്ച് ഹൈക്കമാൻഡിന് ബോധ്യമുണ്ടെന്നും കാണിച്ച് സോണിയാഗാന്ധി കുര്യന് മറുപടി അയക്കുകയും ചെയ്തു. തിടുക്കത്തിൽ PJ കുര്യനെതിരെ നടപടിയുണ്ടാകില്ല. പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ നിലപാട് കൂടി അറിഞ്ഞ ശേഷമാകും നടപടിയെന്ന് AICC അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിച്ചു. സൂര്യനെല്ലി കേസിലെ മുഖ്യപ്രതി ധർമ്മരാജനെ പിടികൂടാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭയിൽ പറഞ്ഞു. അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞുവെന്ന് ചോദ്യോത്തരവേളയിൽ അദ്ദേഹം പറഞ്ഞു. കേരള തീരത്ത് കടൽ വഴി ഭീകരാക്രമണ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും മന്ത്രി നിയമസഭയെ രേഖാമൂലം അറിയിച്ചു. പതിവ് പോലെ ചോദ്യോത്തരവേളയിൽ തന്നെ സൂര്യനെല്ലി പ്രശ്നം നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചു. ധർമ്മരാജന്റെ പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിലായിരുന്നു ഇത്. ആഭ്യന്തരമന്ത്രിയുടെ മറുപടി ഇങ്ങനെ: ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടതാണെങ്കിലും ധർമ്മരാജൻ ജാമ്യത്തിലിറങ്ങി 2010 ജാമ്യത്തിലിറങ്ങിയതിനു ശേഷം ധർമ്മരാജൻ മുങ്ങിയതാണ്. 2010 മുങ്ങിയ ധർമ്മരാജനെ പിടിക്കാനുള്ള പരിശ്രമം നടത്തണം എന്നാണ് ശ്രീ ബാലൻ പറയുന്നത്. അങ്ങന്ന് മന്ത്രിയായിരുന്നു. പക്ഷേ എന്നാലും അത് പിടിക്കാനുള്ള ശ്രമം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2009 മുംബൈ ഭീകരാക്രമണത്തിന്റെ മാതൃകയിൽ കേരളത്തിന്റെ തീരപ്രദേശത്തുകൂടി ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താനാകില്ലെന്നും മന്ത്രി തിരുവഞ്ചൂർ അറിയിച്ചു. ബാംഗ്ലൂരിൽ ജയിലിൽ കഴിയുന്ന അബ്ദുൽ നാസർ മാദിനിയുടെ മോചനം സംബന്ധിച്ച് ബന്ധപ്പെട്ട നീതിന്യായ കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ഇക്കാര്യത്തിൽ സർക്കാരിന് ഇടപെടാനാകില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ രേഖാമൂലം മറുപടി നൽകി. എന്നാൽ മാനുഷിക പരിഗണന മുൻനിർത്തി എല്ലാ ചികിത്സാ സഹായവും ലഭ്യമാക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ISRO ചാരക്കേസുമായി ബന്ധപ്പെട്ട് K മുരളീധരൻ നൽകിയ കത്ത് പരിഗണനയിലാണ്. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകില്ലെന്ന സർക്കാർ നിലപാട് പുനഃപരിശോധിക്കണമെന്നാണ് മുരളിയുടെ ആവശ്യം. PSC പരീക്ഷകൾ ഓൺലൈൻ വഴിയാകും. ആദ്യഘട്ടത്തിൽ അപേക്ഷകൾ കുറവുള്ള തസ്തികകളിലാകും ഇത് നടപ്പാക്കുക.
ജനസമ്പർക്ക പരിപാടിയിലൂടെ കിട്ടിയ 1.5 ലക്ഷം അപേക്ഷകളിൽ തീർപ്പാക്കാനുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രിമാർക്കായി 22 പുതിയ വാഹനങ്ങൾ വാങ്ങി. ഇതിന് 2,89 ലക്ഷം രൂപ ചെലവായി. മന്ത്രിമാരുടെ അകമ്പടി വാഹനങ്ങൾ ഇടിച്ച് 7 പേർ മരിച്ചു. 10 പേർക്ക് പരിക്കേറ്റുവെന്നും മുഖ്യമന്ത്രി രേഖാമൂലം അറിയിച്ചു. കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് അട്ടിമറി വിജയം. 4 പതിറ്റാണ്ടിന് ശേഷം യുഡിഎഫ് സഹകരണ ബാങ്ക് ഭരണസമിതി പിടിച്ചെടുത്തു. ഇടതുമുന്നണിയുടെ പ്രതിഷേധത്തിനിടെയായിരുന്നു വോട്ടെടുപ്പ്. 21 സീറ്റുകളും യുഡിഎഫ് നേടി. വാശിയേറിയ മത്സരത്തിനൊടുവിലായിരുന്നു യുഡിഎഫ് വിജയം. 552 വോട്ടർമാരിൽ 550 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. 4 മണിക്കൂർ എടുത്താണ് വോട്ട് എണ്ണിത്തീർത്തത്. എന്നാൽ യുഡിഎഫ് വ്യാപകമായി കള്ളവോട്ട് ചെയ്തെന്ന് ഇടതുമുന്നണി രാവിലെ വോട്ടെടുപ്പ് തുടങ്ങിയപ്പോൾ തന്നെ എൽഡിഎഫ് പ്രതിഷേധവുമായി എത്തിയിരുന്നു. കള്ളവോട്ടിന് ശ്രമിക്കുന്നുവെന്നായിരുന്നു ആരോപണം. ഒടുവിൽ റീകൌണ്ടിംഗ് വേണമെന്ന് ഇടതുമുന്നണി ആവശ്യപ്പെട്ടെങ്കിലും അംഗീകരിച്ചില്ല. ഡിവൈഎസ്പിക്ക് കൈക്കൂലി നൽകി കുടുക്കാൻ ശ്രമിച്ച കേസിൽ കെ.എ. റൌഫ് മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് റൌഫിനെ ചോദ്യം ചെയ്തു. കേസിലെ 2ാം പ്രതിയാണ് റൌഫ്. കേസിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്ന് റൌഫ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകി. അടുത്ത ദിവസങ്ങളിൽ ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യും. 2 പേരുടെ ഉറപ്പിൽ റൌഫിന് ജാമ്യം അനുവദിച്ചു. വി.എസ്. അച്യുതാനന്ദനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും മാറ്റാൻ സിപിഎം സംസ്ഥാന സമിതി തീരുമാനം നടപ്പാക്കുന്നതിനായി പോളിറ്റ് ബ്യൂറോയുടെയും കേന്ദ്ര കമ്മിറ്റിയുടെയും അനുമതി തേടും. തീരുമാനത്തെ സംസ്ഥാന സമിതിയിൽ 7 പേർ എതിർത്തു. ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തിയ വി.എസിനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും നീക്കണമെന്നാണ് സംസ്ഥാന സമിതിയുടെ തീരുമാനം. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശം സംസ്ഥാന സമിതി വോട്ടെടുപ്പിലൂടെയാണ് അംഗീകരിച്ചത്. 53 പേർ പങ്കെടുത്ത ചർച്ചയിൽ 43 പേരും വി.എസിനെതിരായ നിലപാട് സ്വീകരിച്ചു. രൂക്ഷമായ വിമർശനമാണ് വി.എസിനെതിരെ ഉയർന്നത്. പാർട്ടിയുമായി യോജിച്ചു പോകാത്ത അദ്ദേഹത്തെ പുറത്താക്കണമെന്നുവരെ ആവശ്യമുയർന്നു. വോട്ടെടുപ്പിൽ ജെ. മേഴ്സിക്കുട്ടിയമ്മ, എസ്. ശർമ്മ, കെ. ചന്ദ്രൻപിള്ള, സി. എസ്. സുജാത, പീരപ്പൻകോട് മുരളി, സി. കെ. സദാശിവൻ, സി. കെ. ശശീന്ദ്രൻ എന്നിവരാണ് വി.എസിന് അനുകൂലമായി കൈപ്പൊക്കിയത്. എം. ചന്ദ്രൻ, അനന്തഗോപൻ എന്നിവർ വി.എസിനെതിരെ ഇപ്പോൾ നടപടിയെടുക്കരുതെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ വോട്ടെടുപ്പിൽ നിലപാട് മാറ്റി വി.എസിനെതിരെ നടപടി പാടില്ലെന്ന് ആവശ്യപ്പെട്ട കെ. എൻ. രവീന്ദ്രനാഥ് വോട്ടെടുപ്പ് സമയത്ത് യോഗത്തിലുണ്ടായിരുന്നില്ല. വി.എസിനെതിരെ സംഘടനാപരമായ നടപടി ആവശ്യപ്പെട്ടുള്ള പ്രമേയവും സംസ്ഥാന സമിതി അംഗീകരിച്ചു. വി.എസ്. കമ്മിറ്റിയിൽ പങ്കെടുക്കില്ലെന്ന കാര്യം രേഖാമൂലം അറിയിച്ചിരുന്നതായി പിണറായി വിജയൻ യോഗത്തെ അറിയിച്ചു. ഇനി വി.എസിന്റെ വിധിക്കായി കേന്ദ്ര കമ്മിറ്റി യോഗം വരെ കാത്തിരിക്കണം. ത്രിപുര തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ കേന്ദ്ര കമ്മിറ്റി വിളിച്ചു ചേർക്കാനുള്ള സമ്മർദ്ദവും കേരളത്തിലെ ഔദ്യോഗിക പക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുമെന്നും സൂചനയുണ്ട്. വി.എസ്. അച്യുതാനന്ദനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റാൻ സിപിഎം സംസ്ഥാന സമിതി തീരുമാനമെടുത്തതോടെ ഇനി നിർണായകമാവുക കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാടാണ്. പി.ബി. യോഗം ഉടൻ വിളിച്ചു ചേർക്കണമെന്ന് സംസ്ഥാന ഘടകം ആവശ്യപ്പെടുമ്പോൾ വി.എസിനെ പോലെ മുതിർന്ന നേതാവിനെതിരായ നടപടിയെടുക്കുന്നത് വിശദമായ ചർച്ചയ്ക്കു ശേഷം മതിയെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട്. ഉടൻ പി.ബി. യോഗമില്ലെന്ന് പ്രകാശ് കാരാട്ട് അറിയിച്ചു. തുടർച്ചയായ അച്ചടക്ക ലംഘനം നടത്തുന്ന വി.എസ്. അച്യുതാനന്ദനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റാൻ തീരുമാനിച്ച സംസ്ഥാന സമിതി ഇക്കാര്യത്തിൽ കേന്ദ്ര നേതൃത്വം ഉടൻ തീരുമാനമെടുക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. മുമ്പ് 2009 ലാവ്ലിൻ വിഷയത്തിൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് വി.എസിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന ഘടകം കേന്ദ്ര കമ്മിറ്റിയെ സമീപിച്ചിരുന്നു. എന്നാൽ വി.എസിനെ പി.ബി. നിന്ന് ഒഴിവാക്കി മുഖ്യമന്ത്രിയായി തുടരാൻ അനുവദിച്ച് പ്രശ്നം പരിഹരിക്കുകയാണ് കേന്ദ്ര നേതൃത്വം അന്ന് ചെയ്തത്. എന്നാൽ ഇത്തവണ അത്തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് സംസ്ഥാന ഘടകം ഉറപ്പിച്ചു പറയുമ്പോൾ കേന്ദ്ര നേതൃത്വത്തിന് വെല്ലുവിളി ഏറുകയാണ്. പ്രതിപക്ഷ നേതൃസ്ഥാനം സംബന്ധിച്ചു വന്ന വാർത്തകൾക്ക് മറുപടി ഇല്ലെന്ന് കരുതേണ്ടെന്ന് വി.എസ്. അച്യുതാനന്ദൻ ഇന്നലെ സംസ്ഥാന സമിതി എടുത്ത തീരുമാനത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് വി.എസിന്റെ പ്രതികരണം ഇങ്ങനെ. കൂടുതൽ സംസാരിക്കാൻ വി.എസ്. തയ്യാറായിരുന്നെങ്കിലും ആർ.എസ്.പി. സെക്രട്ടറി എ. അസീസ് എം.എൽ.എ. വി.എസിനെ പിന്തിരിപ്പിച്ചു. ഇന്ന് സഭയിലെ സംഭവ വികാസങ്ങൾ സംബന്ധിച്ച് നിയമസഭയിലെ മീഡിയ റൂമിൽ വാർത്താസമ്മേളനം നടത്തുമ്പോഴായിരുന്നു വി.എസിന്റെ പരാമർശം. നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ന്യായമായ അവകാശങ്ങളെ നിഷേധിച്ചുവെന്ന് വി.എസ്. വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില പവന് 80 രൂപ കുറഞ്ഞ് 22,720 രൂപയിലെത്തി. ഗ്രാമിന് 10 രൂപയാണ് കുറഞ്ഞത്. 2,840 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില. രാജ്യാന്തര വിപണിയിലെ വില വ്യത്യാസമാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിക്കുന്നത്. 24,240 രൂപയാണ് 1 പവൻ സ്വർണത്തിന്റെ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും ഉയർന്ന നിരക്ക്. ഗൾഫ് വാർത്തകൾ. ദുബൈ ആസ്ഥാനമായ അറേബ്യൻ ബിസിനസ് മാസിക പുറത്തിറക്കിയ ഗൾഫിലെ ഇന്ത്യൻ സമ്പന്നരുടെ പുതിയ പട്ടികയിൽ പ്രമുഖ വ്യവസായിയും ലുലു ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടറുമായ എം.എ. യൂസുഫ് അലിക്ക് 4ാം സ്ഥാനം.
ലാൻഡ്മാർക്ക് ഗ്രൂപ്പ് ചെയർമാൻ മിക്കി ജഗ്തിയാനിയാണ് ഇന്ത്യൻ സമ്പന്നരിൽ ഒന്നാമത്. 4.5 ബില്യൺ US$, ഏകദേശം 22,500 കോടി രൂപയാണ് മിക്കിയുടെ ആസ്തി. ഭക്ഷ്യവിതരണ നിർമ്മാണ രംഗത്തെ പ്രമുഖരായ ഇഫ്കോ ഗ്രൂപ്പിന്റെ ചെയർമാൻ ഫിറോസ് അല്ലാന $4.3 ബില്യൺ രണ്ടാം സ്ഥാനത്തും 2.5 ബില്യൺ കത്താരിയ ഹോൾഡിംഗ്സ് ചെയർമാൻ രഘുവിന്ദർ കത്താരിയ മൂന്നാം സ്ഥാനത്തും നിൽക്കുകയാണ്. നാലാമതെത്തിയ യൂസുഫ് അലിയുടെ ആസ്തി $2.2 ബില്യൺ, ഏകദേശം 11,000 കോടി രൂപയാണ്. 50 പേരുള്ള പട്ടികയിലെ മലയാളികളിൽ ഒന്നാം സ്ഥാനത്താണ് MA യൂസുഫ് അലി. NMC ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ BR ഷെട്ടിയാണ് $1.9 ബില്യൺ, 5ാം സ്ഥാനത്ത്. 6ാം സ്ഥാനത്തെത്തിയത് RP ഗ്രൂപ്പ് ചെയർമാൻ രവി പിള്ളയാണ്, $1.85 ബില്യൺ. മലയാളികളിൽ രണ്ടാമൻ സണ്ണി വർക്കി ജെംസ് എഡ്യൂക്കേഷൻ ബില്യൺ 7ാം സ്ഥാനത്തും. P മുഹമ്മദ് അലി ഗൾഫാർ ഗ്രൂപ്പ് $950 മില്യൺ 8ാം സ്ഥാനത്തുമെത്തി. ഹജ്ജ് മന്ത്രാലയത്തിനു കീഴിലെ ആദ്യത്തെ വിവരസാങ്കേതിക യൂണിറ്റ് 5 മാസത്തിനുശേഷം പ്രവർത്തനമാരംഭിക്കുമെന്ന് മന്ത്രാലയ അണ്ടർ സെക്രട്ടറി ഡോക്ടർ സഹിൽ സബാൻ പറഞ്ഞു. മക്കയിലും മദീനയിലും എത്തുന്ന മുഴുവൻ സന്ദർശകരും ഈ യൂണിറ്റിന്റെ കീഴിൽ ഉൾപ്പെട്ടിരിക്കും. ഹജ്ജ് ഉംറ തീർത്ഥാടകർക്കും അവരുടെ ബന്ധുക്കൾക്കും ആവശ്യമായ ഇലക്ട്രോണിക് മാർഗനിർദ്ദേശങ്ങൾ, തീർത്ഥാടകരുടെ താമസ കേന്ദ്രങ്ങളുടെ ഡിജിറ്റൽ ലൊക്കേഷൻ മാപ്പുകൾ, ആരോഗ്യ സുരക്ഷാ സേവനങ്ങൾ തുടങ്ങി വിവരസാങ്കേതിക രംഗവുമായി ബന്ധപ്പെട്ട മുഴുവൻ സേവനങ്ങളും ഈ യൂണിറ്റിന് കീഴിൽ ലഭ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉംറ സീസൺ തുടങ്ങിയതു മുതൽ മദീന വിമാനത്താവളം വഴി 71,000 ഉംറ തീർത്ഥാടകർ എത്തിയതായി മദീന അന്താരാഷ്ട്ര വിമാനത്താവള മേധാവി എഞ്ചിനീയർ അബ്ദുൽ ഫത്താഹ് അത്വ പറഞ്ഞു. 15ഓളം വിദേശ വിമാന കമ്പനികളുടെ 269 സർവീസുകളിലായാണ് ഇത്രയും പേർ എത്തിയത്. മേഖലാ ഗവർണർ അമീർ ഫൈസൽ ബിൻ സൽമാന്റെ മേൽനോട്ടത്തിൽ വിമാനത്താവളത്തിൽ മുഴുവൻ വകുപ്പുകളും സേവന നിരതമാണ്. 8ലധികം ഗവൺമെന്റ് വകുപ്പുകളുമായി സഹകരിച്ചാണ് സേവന പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത്. ഹജ്ജ് മന്ത്രാലയം, സുരക്ഷാ വകുപ്പ്, വിമാന കമ്പനികൾ തുടങ്ങി ഉംറ സേവനവുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ സഹകരിച്ച് ഉംറ സീസണിലേക്കുള്ള ഒരുക്കങ്ങൾ നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. യാത്രാ നടപടികൾ എളുപ്പമാക്കാനാവശ്യമായ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. അടുത്തിടെ നിരവധി വികസന പ്രവർത്തനങ്ങൾ മദീന വിമാനത്താവളത്തിൽ പൂർത്തിയായിട്ടുണ്ട്. മുഴുസമയം ഉംറ തീർത്ഥാടകരെ സ്വീകരിക്കാനുള്ള സൗകര്യം ഇപ്പോൾ വിമാനത്താവളത്തിലുണ്ട്. രാജ്യത്തെ പ്രധാന വിമാനത്താവളങ്ങളിൽ ഒന്നായ മദീന ഹജ്ജ് ഉംറ തീർത്ഥാടകരുടെ പോക്കുവരവുകൾക്കായുള്ള പ്രധാന കവാടവും കൂടിയാണെന്ന് വിമാനത്താവള മാനേജർ പറഞ്ഞു. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. ഉണരുണരു സഹജരെ ഉണർന്നെണീക്കു ശക്തരായി ഉദിച്ചുയർന്നു ജ്വാലയായി ധർമ്മവഴിയിൽ പൊരുതിടാം. പോരു പോരു കൂട്ടരെ പോർവിളി ഉയർത്തുവാൻ പോരണാങ്കണങ്ങളിൽ ധർമ്മസമര സമയമായി. ഉണരുണരു സഹജരെ ഉണർന്നെണീക്കു ശക്തരായി ഉദിച്ചുയർന്നു ജ്വാലയായി ധർമ്മവഴിയിൽ പൊരുതിടാം. പോരു പോരു കൂട്ടരെ പോർവിളി ഉയർത്തുവാൻ പോരണാങ്കണങ്ങളിൽ ധർമ്മസമര സമയമായി. മുത്തുനബി കോർത്തു തന്ന ധർമ്മരത്നഹാരമി മരുമണലിൽ പൂത്തുലഞ്ഞ ധർമ്മസമര മുന്നണി. ഉമർ ഹംസ ബിലാലിന്റെ ജാഫറിന്റെ കണ്ടമിൽ ഉതിർന്നു വീണ ധർമ്മഗീതമേറ്റുപാടു സഹജരെ. ഉണരുണരു സഹജരെ ഉണർന്നെണീക്കു ശക്തരായി ഉദിച്ചുയർന്നു ജ്വാലയായി ധർമ്മവഴിയിൽ പൊരുതിടാം. പോരു പോരു കൂട്ടരെ പോർവിളി ഉയർത്തുവാൻ പോരണാങ്കണങ്ങളിൽ ധർമ്മസമര സമയമാണ്. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. നബിദിനാഘോഷം ഖുർആൻ, സുന്നത്ത് ജമാഅത്ത്, ഖിയാസ് തുടങ്ങി അടിസ്ഥാന പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണെന്നും അതിനെ വിമർശിക്കുന്നവർ ഇസ്ലാമിന്റെ ബാലപാഠം അറിയാത്തവരാണെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. ആരംഭ റസൂൽ അറിവിന്റെ അക്ഷയഖനി എന്ന പ്രമേയത്തിൽ 3 ദിവസം നീണ്ടുനിന്ന ഒതുക്കുങ്ങൽ ഇഹ്യാഉസ്സുന്ന മീലാദ് സമാപന മഹാസമ്മേളനത്തിൽ മദ്ഹൂർ റസൂൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. സയ്യിദ് യൂസുഫുൽ ബുഖാരി വൈലത്തൂർ അധ്യക്ഷത വഹിച്ചു. സമസ്ത ഉപാധ്യക്ഷൻ E സുലൈമാൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, PKM സഖാഫി ഇരിങ്ങല്ലൂർ, നൌഷാദ് അഹ്സനി ഒതുക്കുങ്ങൽ പ്രസംഗിച്ചു. സമാപന പ്രാർത്ഥനയ്ക്ക് സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി നേതൃത്വം നൽകി. സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫഖി മലേഷ്യ, അലവി സഖാഫി കൊളത്തൂർ, പൊന്മള മൊഹിദ്ദീൻ കുട്ടി മുസ്ലിയാർ തുടങ്ങിയവർ പങ്കെടുത്തു. സമ്പൂർണ്ണ അഹ്സനി സംഗമത്തിന് E സുലൈമാൻ മുസ്ലിയാർ നേതൃത്വം നൽകി.
സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് കോഴിക്കോട്, മലപ്പുറം, കൊല്ലം, ബാംഗ്ലൂരു എന്നീ ജില്ലകളിലായി 7 മദ്രസകൾക്ക് കൂടി അംഗീകാരം നൽകി. കോഴിക്കോട് സമസ്ത സെന്ററിൽ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടേറിയറ്റ് യോഗമാണ് പുതുതായി അപേക്ഷിച്ച മദ്രസകൾക്ക് അംഗീകാരം നൽകിയത്. SSF സംസ്ഥാന കമ്മിറ്റി SSLC വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച എക്സലൻസി ടെസ്റ്റ് ഫലം പ്രഖ്യാപിച്ചു. ഈ വർഷം SSLC പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കായാണ് സംസ്ഥാനത്തെ 600ഓളം കേന്ദ്രങ്ങളിൽ മോഡൽ പരീക്ഷയായ എക്സലൻസി ടെസ്റ്റ് നടന്നത്. എക്സലൻസി ടെസ്റ്റിന്റെ ഫലം www.ssfkeralainfo.net എന്ന സൈറ്റിൽ ലഭ്യമാണ്. ആരോഗ്യരംഗത്തെ വർദ്ധിച്ചുവരുന്ന കമ്പോളവൽക്കരണം ചെറുക്കണമെന്നാവശ്യപ്പെട്ട് SSF കാസർകോട് ജില്ലാ ആശുപത്രിക്ക് മുമ്പിൽ ധർണ നടത്തി. ആതുര സേവനം ചൂഷണമാക്കുന്നവർക്ക് ഓശാന പാടുകയാണ് സർക്കാർ സംവിധാനങ്ങൾ. സ്വാഭാവിക പ്രസവങ്ങൾക്ക് പോലും അവസരം നിഷേധിക്കപ്പെട്ട് നിർബന്ധിത സിസേറിയനുകളും പ്രസവ ചികിത്സാ പാക്കേജുകളും നിയന്ത്രിക്കാൻ സർക്കാർ സംവിധാനമുണ്ടാക്കണം. ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്കായുള്ള മരുന്നുവിലയിൽ കൃത്രിമത്വം കാണിച്ച് വൻ വിലക്കാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. അനിയന്ത്രിതവും നിയമവിരുദ്ധവുമായ മരുന്നു പരീക്ഷണങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും ധർണ ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് അബ്ദുറസാഖ് സഖാഫി കോട്ടക്കുന്ന് ധർണ ഉദ്ഘാടനം ചെയ്തു. മുൻ ജില്ലാ സെക്രട്ടറി അബ്ദുള്ള ക്ലായിക്കോട്, മുഹമ്മദ് അംജദി, റഫീഖ് സഖാഫി തുടങ്ങി പ്രമുഖർ ധർണയിൽ സംബന്ധിച്ചു. പുല്ലാളൂർ വാദ്യബദറിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സ്വലാത്ത് വാർഷികവും കെട്ടിടോദ്ഘാടന സമ്മേളനവും ഈ മാസം 14-ന് തുടങ്ങും. 5 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ 18-ന് സമാപിക്കും. 14-ന് രാവിലെ സിയാറത്ത് നടക്കും. PK തങ്ങൾ പതാക ഉയർത്തും. വൈകിട്ട് 7-ന് C മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടക്കുന്ന സ്വലാത്ത് സദസ്സിനും ദിക്ർ ദുആ സമ്മേളനത്തിനും സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി നേതൃത്വം നൽകും. ഇസ്മായിൽ മിസ്ബാഹി ചെറുമത്ത് ഉദ്ബോധന പ്രഭാഷണം. 16-ന് വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന വിദ്യാർത്ഥി സംഗമം ചോലക്കര മുഹമ്മദ് ഉദ്ഘാടനം ചെയ്യും. PV അഹമ്മദ് കബീർ വിഷയാവതരണം നടത്തും. 17-ന് വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. MLA-മാരായ VM ഉമർ മാസ്റ്റർ, അഡ്വക്കേറ്റ് PT റഹീം മുഖ്യാതിഥികളായിരിക്കും. മർക്കസ് ഡയറക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി കാന്തപുരം അധ്യക്ഷത വഹിക്കും. 18-ന് വൈകിട്ട് 7 മണിക്ക് സമാപന സമ്മേളനം അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. വാദിബദർ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ അദ്ദേഹം നിർവഹിക്കും. കൊയിലാട്ട് കുഞ്ഞിസീതി കോയത്തങ്ങൾ, കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ, TK അബ്ദുറഹ്മാൻ ബാഖവി, പ്രൊഫസർ AK അബ്ദുൽ ഹമീദ്, N അലി അബ്ദുള്ള, UK മജീദ് മുസ്ലിയാർ തുടങ്ങിയവർ സംസാരിക്കും. മാങ്കാവ് ഏരിയ SYS SSF സംയുക്താഭിമുഖ്യത്തിൽ സ്ഥാപിച്ച സുന്നി സെന്ററിന്റെ ഉദ്ഘാടനം SMA സംസ്ഥാന ഉപാധ്യക്ഷൻ സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫഖി തങ്ങൾ മലേഷ്യ നിർവഹിച്ചു. ഇതോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം സയ്യിദ് മുർത്തള ശിഹാബ് തങ്ങൾ മൂര്യാടിന്റെ അധ്യക്ഷതയിൽ VM കോയ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വെണ്ണക്കോട് ആലിന്തറ യൂണിറ്റ് SYS SSF സംഘടിപ്പിക്കുന്ന മീലാദ് ഫെസ്റ്റ് ആരംഭിച്ചു. വൈകിട്ട് 5 മണിക്ക് ബുർദ ആസ്വാദനം നടന്നു. 7 മണിക്ക് ആരംഭിക്കുന്ന മദ്ഹുർ റസൂൽ പ്രഭാഷണത്തിനും ആത്മീയ സമ്മേളനത്തിനും UK അബ്ദുൽ മജീദ് മുസ്ലിയാർ, ഹാഫിൽ ഉസ്താദ് തുടങ്ങി പ്രമുഖർ നേതൃത്വം നൽകും. ദർസ് രംഗത്ത് 40 വർഷം പിന്നിടുന്ന ഷേഖുന KM അഹമ്മദ് ബാഖവി ഉസ്താദിനെ നാളെ കൊടുവള്ളി ഉരുളിക്കുന്ന് ദർസിൽ ആദരിക്കുന്നു. 7 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. മഹല്ല് ഖാദി അബ്ദുൽ ബാരി ബാഖവി അധ്യക്ഷത വഹിക്കും. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി ഉസ്താദിനെ ആദരിക്കും. അബ്ദുൽ അസീസ് ബാഖവി മാനുപുരം, OT മമ്മി മുസ്ലിയാർ, MLA-മാരായ C മോയിൻകുട്ടി, PT റഹീം, VM ഉമർ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിക്കും. സമരമാണ് ജീവിതം പ്രമേയത്തിൽ നടക്കുന്ന SSF 40-ാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി പന്നൂർ യൂണിറ്റ് SSF മദ്യവിരുദ്ധ പ്രതിജ്ഞാ സമ്മേളനം സംഘടിപ്പിച്ചു. പന്നൂർ അങ്ങാടിയിൽ നടന്ന സമ്മേളനം SSF ജില്ലാ സെക്രട്ടറി MT ശിഹാബുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ സെക്രട്ടറി ഇസുദ്ദീൻ സഖാഫി പുല്ലാളൂർ അധ്യക്ഷത വഹിച്ചു. അബ്ദുൽ വഹാബ് സഖാഫി മമ്പാടിന്റെ മദ്ഹുർ റസൂൽ പ്രഭാഷണം ഇന്ന് വൈകിട്ട് 7 മണിക്ക് പള്ളിക്കണ്ടി പ്ലേ ഗ്രൗണ്ടിൽ നടക്കും. തത്സമയം KMIC സംപ്രേഷണം ചെയ്യും. ഷുക്കൂർ സഖാഫി വണ്ണക്കോട് ഇന്ന് വൈകിട്ട് 7 മണിക്ക് പയ്യടിമീത്തൽ പുനത്തിൽ ബസാറിൽ ഹുബ് റസൂൽ പ്രഭാഷണം നടത്തും. ബായാർ മുജമ്മു സഖാഫത്ത് സുന്നിയിൽ മാസാന്ത സ്വലാത്ത് മജ്ലിസ് ഫെബ്രുവരി 15 വെള്ളിയാഴ്ച നടക്കും. സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ SMA സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി സംബന്ധിക്കും. രാത്രി 7 മണിക്ക് നടക്കുന്ന സ്വലാത്ത് മജ്ലിസിന് സയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ചുകോയ അൽ ബുഖാരി നേതൃത്വം നൽകും.
റഫീഖ് സൈദി ദേലമ്പാടി ഉദ്ബോധനം നടത്തും. സമാപന കൂട്ടുപ്രാർത്ഥനയ്ക്ക് ഖലീത്തങ്ങൾ നേതൃത്വം നൽകും. BS അബ്ദുള്ള കുഞ്ഞി ഫൈസി, C അബ്ദുള്ള മുസ്ലിയാർ, പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി, ബായാർ അബ്ദുള്ള മുസ്ലിയാർ തുടങ്ങി പ്രമുഖർ പരിപാടിയിൽ സംബന്ധിക്കും. ഷിറിയ കുന്നിൽ ലത്തീഫിയ ഇസ്ലാമിക് കോംപ്ലക്സിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവന്ന മദ്ഹു റസൂൽ പ്രഭാഷണവും ബുർദ മജ്ലിസും സമാപിച്ചു. സമാപന സമ്മേളനത്തിൽ M ആലിക്കുഞ്ഞി മുസ്ലിയാർ ഷിറിയ ഹുബ് റസൂൽ പ്രഭാഷണം നടത്തി. BS അബ്ദുള്ള കുഞ്ഞി ഫൈസി, മൂസ സഖാഫി കുളത്തൂർ, ഉമർ സഖാഫി കർണൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. ജാമിയ സഅദിയ അറബിയ വനിതാ അറബിക് കോളേജിന് പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം പ്രവാസി ഭാരതി അവാർഡ് ജേതാവും ഷിഫ അൽ ജസീറ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ KP മുഹമ്മദ് റബിഉള്ള നിർവഹിച്ചു. നൂറുൽ ഉലമ MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. സയ്യിദ് ഇസ്മായിൽ ഹാദി പാനൂർ പ്രാർത്ഥന നടത്തി. സമസ്ത ഉപാധ്യക്ഷൻ AK അബ്ദുൽ റഹ്മാൻ മുസ്ലിയാർ, മുൻ കേന്ദ്രമന്ത്രി CM ഇബ്രാഹിം, നാലപ്പാട് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ NA അഹമ്മദ്, C അബ്ദുള്ള മുസ്ലിയാർ തുടങ്ങി പ്രമുഖർ പരിപാടിയിൽ സംബന്ധിച്ചു. ഗൾഫ് സംഘടനാ വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുൻപിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. റിസാല സ്റ്റഡി സർക്കിൾ RC ഗൾഫ് സമ്മിറ്റ് നാളെ മുതൽ കുവൈത്തിൽ ആരംഭിക്കും. ലൈവ് തിയേറ്ററിൽ ഖാലിദ് കൊറ്റി വെള്ളില നഗരിയിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം SYS സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി ഉദ്ഘാടനം ചെയ്യും. 6 ഗൾഫ് നാടുകളിൽ നിന്ന് നാഷണൽ കമ്മിറ്റി പ്രതിനിധികൾ പങ്കെടുക്കുന്ന സംഘടനയുടെ പരമോന്നത സംഘടനാ സമ്മേളനമാണ് 2 വർഷത്തിലൊരിക്കൽ നടക്കുന്നത്. പ്രവാസി യൗവനങ്ങളുടെ സാംസ്കാരിക സംഗമം എന്ന സന്ദേശത്തിൽ നടത്തിയ സംഘടനാ സമ്മേളനങ്ങളുടെയും പുനഃസംഘടനയുടെയും ഭാഗമായി നടക്കുന്ന സമ്മിറ്റ് ഗൾഫ് ഇന്ത്യക്കാരുടെ ജീവിതത്തെ സ്പർശിക്കുന്ന വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യും. പ്രവാസികളുടെ ജീവിതത്തിൽ സാമൂഹിക സംഘടനകളുടെ ഇടപെടലുകൾ ലക്ഷ്യം വെച്ചുള്ള ആശയരേഖയ്ക്ക് സമ്മിറ്റ് രൂപം നൽകും. പ്രവാസി യൗവനം സമ്മിറ്റിൽ പ്രത്യേക ചർച്ചയ്ക്ക് വിധേയമാക്കും. ജീവിതം, വിദ്യാഭ്യാസം, സംസ്കാരം, സേവനം എന്നീ ആശയങ്ങളെ കേന്ദ്രീകരിച്ചായിരിക്കും പ്രധാന ചർച്ചകൾ. സാമൂഹിക മേഖലയിൽ സംഘടന നടത്തുന്ന ഇടപെടലുകളുടെ അടുത്ത 10 വർഷത്തേക്കുള്ള ആശയങ്ങൾക്കും 2 വർഷത്തെ കർമ്മ പദ്ധതികൾക്കും സമ്മിറ്റ് രൂപം നൽകും. പുതിയ ഗൾഫ് സമിതിയെയും ഭാരവാഹികളെയും തിരഞ്ഞെടുക്കും. SSF സംസ്ഥാന നേതാക്കളായ സുലൈമാൻ സഖാഫി മാളിയേക്കൽ, NM സ്വാദിഖ് സഖാഫി, M മുഹമ്മദ് സ്വാദിഖ്, K അബ്ദുൽ കലാം, ലുക്മാൻ പാടൂർ, അബ്ദുള്ള വടകര എന്നിവർ നേതൃത്വം നൽകും. നാളെ രാത്രി ആരംഭിക്കുന്ന പ്രതിനിധി സമ്മേളനം 15-ന് വൈകുന്നേരം സമാപിക്കും. തുടർന്ന് 5:30-ന് സാൽമിയ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടറേറ്റ് ഹാളിൽ ഖാലിദ് കൊറ്റി വെള്ളില നഗരിയിൽ പൊതുസമ്മേളനം നടക്കും. SYS സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുൾ റഹ്മാൻ ദാരിമി, SSF സംസ്ഥാന നേതാക്കൾ എന്നിവർക്ക് പുറമെ കുവൈത്ത് ICF നേതാക്കളായ അബ്ദുൽ ഹക്കീം ദാരിമി, സയ്യിദ് ഹബീബ് ബുഖാരി, അഹമ്മദ് K മാണിയൂർ, ഷുക്കൂർ കൈപ്പുറം തുടങ്ങിയവർ പങ്കെടുക്കും. തിരുനബി സ്നേഹത്തിന്റെ ഇശലുകൾ വിശ്വാസ ഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകി തസ്നീമെ ഇഷ്ക് 2013 സമാപിച്ചു. RC സലാല സോണാണ് മുൻവർഷങ്ങളെപ്പോലെ ഇത്തവണയും തസ്നീമെ ഇഷ്ക് എന്ന പേരിൽ പ്രവാചക പ്രകീർത്തന ഗാനാലാപന മത്സരം ഒരുക്കിയത്. പ്രകീർത്തന ഇശലുകളിൽ വിശ്വാസികളുടെ കണ്ണും കാതും മനസ്സും കുളിരണിഞ്ഞു. പ്രവാസത്തിന്റെ പരാധീനതകൾക്കിടയിലും സർഗശേഷി കൈവിടാതെ കാത്തുസൂക്ഷിക്കുന്നവർക്ക് പ്രകീർത്തന ഗാനം ആലപിക്കാനുള്ള അവസരം അനുഗ്രഹമായി. പ്രായഭേദമന്യേ എല്ലാവർക്കും മത്സരിക്കാൻ സംഘാടകർ അവസരമൊരുക്കിയിരുന്നു. മദ്രസാ വിദ്യാർത്ഥികളുടെ ദഫ് പ്രദർശനം പ്രേക്ഷകർക്ക് പ്രവാചക പ്രേമത്തിന്റെ അവാജ്യമായ അനുഭൂതി സമ്മാനിച്ചു. തിരുനബി സ്നേഹം വിശ്വാസിയുടെ കരുത്താണെന്ന് പരിപാടിയെ സംബന്ധിച്ച് സംസാരിച്ച് പണ്ഡിതർ പറഞ്ഞു. ആധുനിക ലോകത്ത് തിരുനബി പ്രകീർത്തന സദസ്സുകൾ ആഗോളതലത്തിലേക്ക് വ്യാപിക്കുകയാണെന്നും തിരുനബി ദർശനങ്ങളിൽ നന്മ കണ്ടെത്തുന്നവരും മനസ്സിൽ നബി സ്നേഹത്തിന്റെ ആർദ്രത കാത്തുസൂക്ഷിക്കുന്നവർക്കും പ്രകീർത്തനവേദികളെ തള്ളിപ്പറയാനാവില്ലെന്നും സദസ്സ് അഭിപ്രായപ്പെട്ടു. RC സലാല സോൺ വൈസ് ചെയർമാൻ ഷറഫുദ്ദീൻ ലത്തീഫി സ്വാഗതം പറഞ്ഞു. RC സലാല സോൺ ചെയർമാൻ സുലൈമാൻ സൈദിയുടെ അധ്യക്ഷതയിൽ ICF സെക്രട്ടറി നാസർ മുസ്ലിയാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. PP മുഹമ്മദ് മുസ്ലിയാർ ആശംസകൾ നേർന്നു. പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ മത്സരാർത്ഥികൾക്കും സലാല ഗിഫ്റ്റ് സെന്റർ സ്പോൺസർ ചെയ്ത പ്രോത്സാഹന സമ്മാനങ്ങൾ നാസർ മുസ്ലിയാർ വിതരണം ചെയ്തു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. RC ഗൾഫ് സമ്മിറ്റിന് കുവൈത്തിൽ നാളെ തുടക്കം. പങ്കെടുക്കുന്നത് 6 ഗൾഫ് രാഷ്ട്രങ്ങളിലെ പ്രതിനിധികൾ. നബിദിനാഘോഷത്തെ വിമർശിക്കുന്നവർ ഇസ്ലാമിന്റെ ബാലപാഠമറിയാത്തവർ. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. SSLC എക്സലൻസി ടെസ്റ്റ് ഫലം പ്രസിദ്ധീകരിച്ചു. ഫലം www.ssfkeralainfo.net വെബ്സൈറ്റിൽ. ഡിവൈഎസ്പിക്ക് കൈക്കൂലി നൽകി കൊടുക്കാൻ ശ്രമിച്ച കേസിൽ കീഴടങ്ങിയ KA റൌഫിന് ജാമ്യം അനുവദിച്ചു.
സൂര്യനെല്ലി കേസിൽ സ്വന്തം നിലപാട് വിശദീകരിച്ച് പി ജെ കുര്യൻ സോണിയാഗാന്ധിക്കും ഉപരാഷ്ട്രപതിക്കും കത്തയച്ചു. സൂര്യനെല്ലി കേസിലെ മുഖ്യപ്രതി ധർമ്മരാജനെ പിടികൂടാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുമെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഗൾഫിലെ ഇന്ത്യൻ സമ്പന്നരിൽ MA യൂസുഫ് അലിക്ക് 4ാം സ്ഥാനം. VS അച്യുതാനന്ദനെ പ്രതിപക്ഷ സ്ഥാനത്തു നിന്നും മാറ്റാൻ CPM സംസ്ഥാന സമിതി തീരുമാനം. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30 കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകളും ചിത്രങ്ങളും KMIC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം KMIC-newstime@gmail.com. ഏറ്റവും പുതിയ വാർത്തകൾ ലഭിക്കാൻ സന്ദർശിക്കുക www.sunnyonlineclass.com, www.sunnyonlinenews.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.